ഹായ് ഹലോ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ആൻഡ് വെൽക്കം ബാക്ക് ടു താനൂസ് ഡയറീസ്. അപ്പോൾ DME നഴ്സിംഗ് ഇൻ്റർവ്യൂവിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OT റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, അനന്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് OT നഴ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ്, എല്ലാത്തിലും ഞാൻ പറയുന്നത് വൈ യു ചൂസ് OT നഴ്സിംഗ്, അല്ലെങ്കിൽ OT നഴ്സ് ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, വാർഡ് നഴ്സും OT നഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങളിതിൽ ഇഷ്ടപ്പെട്ടാണോ ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം കേട്ടോ. നെക്സ്റ്റ് ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡു യു ഹാൻഡിൽ എ ഹൈ പ്രഷർ സിറ്റുവേഷൻ സച്ച് എ സഡൻ കാർഡിയാക് അറസ്റ്റ് ഡ്യൂറിങ് സർജറി. അപ്പോൾ സർജറി നടക്കുന്ന സ്ഥലമാണല്ലോ OT എന്ന് പറയുന്നത്. അപ്പോൾ OTയിൽ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഡൻ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകും. ആ ഒരു എമർജൻസി സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് ചോദ്യം. ഒരു മോഡൽ ആൻസർ ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇൻ ദ OT, calmness is vital. My first step is to immediately alert the surgeon and anesthesiologist. Then I follow the BLS, ECLS protocols and ensuring the airways clear, assisting with the chest compressions if required, and preparing emergency medications like adrenaline, atropine as directed. My experience has taught me that clear communication and knowing exactly where the crash card is can save lives. ഓക്കെ, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് വൈ ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ. സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് OTയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. നമ്മുടെ WHO നമ്മുടെ OTക്ക് വേണ്ടിയിട്ട് ഒരു സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക കേട്ടോ. അതിൻ്റെ ഒരു സാമ്പിൾ ആൻസർ എന്ന് പറയുന്നത്, അതിന് മെയിനായിട്ട് ഒരു സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റിന് 3 ഫേസസ് ആണുള്ളത്. അതായത് സൈൻ ഇൻ ബിഫോർ അനസ്തേഷ്യ, ടൈം ഔട്ട് അല്ലെങ്കിൽ ബിഫോർ സ്കിൻ ഇൻസെഷൻ, ആൻഡ് സൈൻ ഔട്ട് ബിഫോർ ദ പേഷ്യൻറ്റ് ലീവ്സ് ദ OR. നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുൻപ്, ദെൻ ആ ഒരു സ്കിൻ ഇൻസിഷൻ, അതായത് ടൈം ഔട്ട്സ് ബിഫോർ സ്കിൻ ഇൻസിഷൻ ആൻഡ് സൈൻ ഔട്ട് ബിഫോർ ദ പേഷ്യൻറ്റ് ലീവ്സ് ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അങ്ങനെ 3 ഫേസസ് ആയിട്ടാണ് നമ്മൾ ഈ സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് ഇടുന്നത്. It prevents wrong site, wrong procedure surgeries and ensures the entire team is aware of patient allergy, risk of blood loss and instrument counts. Okay, the next question എന്ന് പറയുന്നത്, what are the different zones in an operation theatre. നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോഴറിയാം അതിനകത്ത് കുറച്ച് സോൺസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണാണ് ബഫർ സോൺ. ഈ ബഫർ സോൺ എന്താണെന്നൊക്കെ പഠിച്ചിരിക്കണം. മെയിനായിട്ടും നമ്മളൊരു OT വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുള്ള സോൺസിൻ്റെ പേരാണ് അൺറെസ്ട്രിക്റ്റഡ് സോൺ, സെമി റെസ്ട്രിക്റ്റഡ് സോൺ, റെസ്ട്രിക്റ്റഡ് സോൺ. അൺറെസ്ട്രിക്റ്റഡ് സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രീറ്റ് ക്ലോത്ത്സ് അലൗഡാണ്. ചേഞ്ചിങ് റൂംസ് പോലുള്ള ഏരിയസിന് നമ്മൾ അൺറെസ്ട്രിക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. സെമി റെസ്ട്രിക്റ്റഡ് സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ സ്ക്രബ്സ് ആൻഡ് ക്യാപ്സ് റിക്വയർഡ്, അതായത് കോറിഡോർസ്, സ്റ്റോറേജ് ഒക്കെ ഉള്ള പ്ലേസിനെയാണ് നമ്മൾ സെമി റെസ്ട്രിക്റ്റഡ് സോൺ. അവിടെയാണ് നമ്മൾ സ്ക്രബ്സും ക്യാപ്സൊക്കെ വച്ചേക്കുന്നത്. ദെൻ റെസ്ട്രിക്റ്റഡ് സോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ നടക്കുന്ന ഏരിയ. ഫുൾ സ്റ്റെറൈൽ അറ്റയർ ഇൻക്ലൂഡിങ് മാസ്ക്, OT സ്യൂട്ട്, സ്ക്രബ്, സിങ്സ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ് റെസ്ട്രിക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഫുൾ സ്റ്റെറൈൽ അറ്റയർ ആയിരിക്കും. ദെൻ ഇനി എന്താണ് ബഫർ സോൺ? ബഫർ സോൺ എന്ന് പറയുന്നത്, it is essential to maintain positive pressure, preventing contaminated air from outside to entering into the sterile restricted area. അതായത് ഔട്ട്സൈഡിൽ നിന്ന് കണ്ടാമിനേറ്റഡ് എയർ അകത്ത് കയറാതെ ആ ഒരു ഏരിയ നല്ല റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കും. അതിനെയാണ് നമ്മൾ ബഫർ സോൺ എന്ന് പറയുന്നത്. ആ ഏരിയയിലായിരിക്കും മെയിനായിട്ട് സർജറീസ് നടക്കുക കേട്ടോ. ദെൻ എഗെയിൻ എല്ലായിടത്തും ചോദിക്കും പോലെ OTയിൽ എങ്ങനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ്. എല്ലായിടത്തും പറയുമ്പോൾ തന്നെ കൂടുതലായിട്ട് നമുക്കൊരു OT സെറ്റപ്പിനകത്ത് കൂടുതലായിട്ട് അനാട്ടമിക്കൽ വേസ്റ്റൊക്കെ കൂടുതൽ വരുന്നുണ്ട്. അത് നമ്മൾ യെല്ലോ ബാഗിൽ നിക്ഷേപിക്കുക. സോയിൽഡ് ബാൻഡേജസ്, ബ്ലഡ് ബാഗ്സ്, ഇതെല്ലാം യെല്ലോയിലാണ്. റെഡിലാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ലൈക്ക് IV സെറ്റ്സ്, കത്തീറ്റേഴ്സ് ആൻഡ് ഗ്ലൗസ്. ദെൻ വൈറ്റിൽ പഞ്ചർ പ്രൂഫ് ഷാർപ്സ് ലൈക്ക് നീഡിൽസ്, ബ്ലേഡ്സ്, എല്ലാവർക്കും അറിയാമല്ലോ. ബ്ലൂവിൽ ഗ്ലാസ് വയൽസ് ആൻഡ് ആംബ്യൂൾസ്. നെക്സ്റ്റ് ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ സർജറിക്ക് കൊണ്ടുവന്ന പേഷ്യൻറ്റിന് നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡ് കൊടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ സർജറി എന്ന് പറയുമ്പോൾ. നമ്മൾ നേരത്തെ തന്നെ പേഷ്യൻറ്റിന് ചിലപ്പോൾ ബ്ലഡ് കൊടുക്കാറുണ്ട് OTയിൽ നമ്മൾ സർജറി തുടങ്ങുന്നതിന് മുമ്പേ. വാട്ട് ആർ ദ ഏർലി സൈൻസ് ഓഫ് എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഇൻ അൻ അനസ്തറ്റൈസ്ഡ് പേഷ്യൻ്റ് എന്നാണ് ചോദ്യം കേട്ടോ.
സോ അതിൻ്റെ മോഡൽ ആൻസേഴ്സ് എന്ന് പറയുന്നത്, സിൻസ് ദ പേഷ്യൻ്റ് ഈസ് അനസ്തറ്റൈസ്ഡ് ആൻഡ് ക്യാൻ നോട്ട് റിപ്പോർട്ട് സിംറ്റംസ് ലൈക്ക് ചിൽസ്, ഐ മോണിറ്റർ ഫോർ ഒബ്ജക്റ്റീവ് സയൻസ് ലൈക്ക് ടാക്കിക്കാർഡിയ, hypotension, unexplained bleeding at the surgical site, then or dark colored urine, that is hemoglobinuria. If I suspect a reaction, I would immediately stop the transfusion, keep the line open with normal saline and inform the team. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ സയൻസ് നോക്കുക. ഓക്കെ, സിംറ്റംസ് ലൈക്ക് ടാക്കിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ, അൺഎക്സ്പ്ലെയിൻഡ് ബ്ലീഡിങ് സർജിക്കൽ സൈറ്റിൽ നിന്നുണ്ടോ, ഡാർക്ക് കളർഡ് യൂറിൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് സലൈൻ ഇടുക, ഇൻഫോം ദ മെഡിക്കൽ ടീം. ഓക്കെ, ദെൻ അവർക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് OT ഇൻസ്ട്രുമെൻറ്റ്സ്. വി ഷുഡ് ബി അവെയർ ഓഫ് മെയിൻ OT ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ യു മൈറ്റ് ബി ആസ്ക്ഡ് ടു നെയിം സ്പെസിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ദ കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റെറിലൈസേഷൻ ഫ്ലൂയിഡ് ലൈക്ക് ഗ്ലൂട്രാൽഡിഹൈഡ്. അതായത് ഈ ഇൻസ്ട്രുമെൻറ്റ്സ്, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റി ചോദിക്കാം. ചിലപ്പോൾ അതെങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചേക്കാം. സോ സ്റ്റെറിലൈസേഷൻ ഫ്ലൂയിഡ്സിനെ പറ്റിയൊക്കെ മെയിൻലി ഗ്ലൂട്രാൽഡിഹൈഡിൻ്റെ സൈഡക്സ് അതിൻ്റെയൊക്കെ ഒരു കോമ്പോസിഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ വെച്ചാൽ അതിൻ്റെ പറ്റിയൊരു ഒരു ബോധം ഉണ്ടായിരിക്കുക കേട്ടോ. ദെൻ ചോദിക്കുന്നത് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെറിലൈസേഷൻ ഡിസിൻഫെക്ഷൻ. OTയിൽ സ്റ്റെറിലൈസേഷൻ്റെ പ്രാധാന്യം എന്താണ്, സോ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് എങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, ഓട്ടോക്ലേവിങ്ങിൻ്റെ മെത്തേഡ്സ്, അതിൻ്റെ ടെമ്പറേച്ചർ, ടൈം എല്ലാം പഠിച്ചു വയ്ക്കാം. ദെൻ എഗെയിൻ നമ്മുടെ ഹാൻഡ് വാഷിംഗ് ആണ്, അതായത് സർജിക്കൽ ഹാൻഡ് സ്ക്രബ്. സർജിക്കൽ ഹാൻഡ് വാഷിംഗ് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. WHO 6 steps ഉണ്ട്, അതൊക്കെ കാണിക്കാൻ പറയും. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറിയാമായിരിക്കും. അപ്പോൾ സർജിക്കൽ ഹാൻഡ് വാഷിംഗ്, അതിൻ്റെ പ്രത്യേകത, അതെങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെപ്സ്, അതൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുക. WHO സ്റ്റെപ്സ് അതുപോലെ പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് പോസിബിൾ ഏരിയ എന്ന് പറയുന്നത്, ഹൗ യു പ്രിവെൻറ്റ് പൊസിഷൻ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്. നമുക്കറിയാം ഓരോ സർജറിക്കും ഓരോ പൊസിഷനുണ്ട്. ഓരോ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു പൊസിഷനുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അവെയർ ആയിരിക്കും. അത് നമ്മളിപ്പോൾ പൊസിഷൻ മാറ്റിയൊക്കെ പേഷ്യൻറ്റിനെ കിടത്തി കഴിഞ്ഞാൽ അത് വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ പേഷ്യൻ്റെ ജീവന് തന്നെ ആപത്താകാം. സോ പൊസിഷൻ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്, ഏതൊക്കെ പൊസിഷൻസാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സർജറി യൂസ് ചെയ്യുന്നത്, ഡ്യൂറിങ് ദ സർജറി യൂസ് ചെയ്യുന്നത്, അതിനെയൊക്കെ പറ്റിയിട്ട് ഒരറിവുണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് hemostasis and electrosurgery. What safety precautions do you take when applying a cautery patient plate? ഓക്കെ, നമുക്കറിയാം കോട്ടറി മെഷീൻ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആയിരിക്കും കോട്ടറി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നതെന്നാണ്. അപ്പോൾ ടു പ്രിവെൻറ്റ് ആക്സിഡൻ്റൽ ബേൺസ്, ഐ എൻഷുർ ദ പ്ലേറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഫ്ലഷി വാസ്കുലാർ ഏരിയ ലൈക്ക് ഓർ തൈ ഓർ പോസ്റ്റീരിയർ അപ്പർ ആമിലായിരിക്കും നമ്മളിത് ഈ മെഷീൻ വയ്ക്കണം. അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ആസ് ക്ലോസ് ടു ദ സർജിക്കൽ സൈറ്റ് ആസ് പോസിബിൾ ബട്ട് എവേ ഫ്രം ബോണി പ്രോമിനൻസസ്, മെറ്റൽ ഇംപ്ലാന്റ്സ് ഓർ ഹെയറി ഏരിയാസ്. ദ ഏരിയ ഈസ് ഡ്രൈ ആൻഡ് ദ പ്ലേറ്റ് ഹാസ് ഫുൾ കോൺടാക്ട് വിത്ത് ദ സ്കിൻ. ദ പേഷ്യൻ്റ് ഈസ് നോട്ട് ടച്ചിങ് എനി മെറ്റൽ പാർട്സ് ഓഫ് ദ OT ടേബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേൺസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് ഈ കോട്ടറി മെഷീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. സോ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകും. ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോട്ടോകോൾ ഇഫ് എ സ്പഞ്ച് ഓർ ഇൻസ്ട്രുമെൻറ്റ് കൗണ്ടേഴ്സ് ഇൻകറക്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് പ്രൊസീജിയർ? അപ്പോൾ നമ്മൾ സർജറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ സ്പഞ്ച് കറക്റ്റ് കൗണ്ടിങ്ങിൽ വരുന്നില്ല, ഇൻകറക്റ്റ് കൗണ്ടാണ്, നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് ഇൻഫോം ദ സർജൻ ഇമ്മീഡിയറ്റ്ലി ആൻഡ് സ്റ്റോപ്പ് ദ ക്ലോഷർ ഓഫ് ദ വൂണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സർജറിനെ അറിയിക്കുക. Stop the closure of the wound. Conduct a thorough search of the sterile field, the floor and waste bins and under the OT table. എല്ലായിടത്തും നമ്മൾ ചെക്ക് ചെയ്യുക. If the item is still missing, a mobile X-ray must be taken in the OT to rule out a retained foreign body before the patient leaves the room. ഇപ്പോൾ നമുക്ക് ചുറ്റുപാടും നോക്കിയിട്ടൊന്നും കണ്ടില്ല, പലയിടത്തും നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു മൊബൈൽ എക്സ്റേ പെട്ടെന്ന് തന്നെ എടുക്കുക, പേഷ്യൻ്റെ അകത്ത് ഈ ഫോറിൻ ബോഡി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. The incident must be documented in the OT register and an incident report filled. നമ്മൾ ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, OTയിൽ നമുക്കൊരു ഇൻസിഡൻറ്റ് രജിസ്റ്റർ ഉണ്ടാകും, അതിനകത്ത് ഉറപ്പായിട്ട് നമ്മളത് ഡോക്യുമെൻറ്റ് ചെയ്ത് വയ്ക്കുക, ഇൻസിഡൻറ്റ് റിപ്പോർട്ടും സെൻഡ് ചെയ്യുക. ഇനി OTയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ആണ്. ഫസ്റ്റ് വൺ ഈ സൈഡെക്സ് ഗ്ലൂട്രാൽഡിഹൈഡ്. ഇതിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡെക്സ് സൊല്യൂഷൻ OTയിൽ യൂസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ 3% കോൺസെൻട്രേഷൻ, 20 minutes ഫോർ ഡിസിൻഫെക്ഷൻ, 10 hours ഫോർ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ സൈഡെക്സിനകത്ത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒരു 20 minutes മുക്കിയിട്ടിരുന്നാൽ
3% സൈഡക്സ് സൊല്യൂഷനകത്ത് ഒരു 20 minutes മുക്കിയിട്ടിരുന്ന് അത് ഡിസിൻഫെക്റ്റ് ആവും. 10 hours നമ്മൾ ഡിപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് സ്റ്റെറിലൈസ് ആവും കേട്ടോ. ദെൻ ഹൈ വാക്വം ഓട്ടോക്ലേവിങ്, അത് 134 degrees Celsius at 30 PS for 3 to 4 minutes ആണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എടുക്കുന്നത്. ദെൻ പോസിറ്റീവ് പ്രഷർ എന്ന് പറയുന്നത് കീപ്സ് OT എയർ ക്ലീൻ ദാൻ ദ കോറിഡോർ. എപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്തിട്ടേക്കുക, അതായത് ബാഡ് എയർ അകത്തോട്ട് കയറാതെ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് പ്രഷർ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഒരു സാധനമാണ് ഹെപ്പ ഫിൽറ്റർ എന്ന് പറയുന്നത്. ചില OTസിനകത്തൊക്കെ കാണാം റിമൂവ്സ് 99.97% ഓഫ് പാർട്ടിക്കിൾ 0.3 microns ഓർ ലാർജർ. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഈ ഫോറിൻ പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്ന ഫിൽറ്ററാണ് ഹെപ്പ ഫിൽറ്റർ കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് OTയിൽ പ്രോബബിളായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ OT നഴ്സിംഗ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം. ഇത് ചിലപ്പോൾ വാർഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കാണുമ്പോൾ ഒന്നും ഒരു ഐഡിയയും കിട്ടത്തില്ല. കാരണം നമ്മൾ രണ്ട് സൈഡും വളരെ ഡിഫറെൻ്റ് അല്ലേ. ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും അവിടെ ഉപയോഗിക്കുന്ന സോൺസിനെ പറ്റിയൊക്കെ അറിയുമ്പോൾ നമുക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. പക്ഷെ OTയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന്. സോ ഇപ്പോൾ വാർഡിൽ വർക്ക് ചെയ്യുന്നവർ കേൾക്കുക, നിങ്ങൾക്കും ചിലപ്പോൾ പ്രയോജനപ്പെടും. ചിലപ്പോൾ ഒരു OT സർജനാണ് ഇരിക്കുന്നെങ്കിൽ സോ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് മൈൻഡിൽ വച്ചേക്കാം കേട്ടോ. OT നഴ്സിംഗുകാർക്ക് ഇത് ഉപയോഗപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു അഗൈൻ.